ഭൂരിപക്ഷമുള്ള സർക്കാരിന് പോലും ഒരുപക്ഷെ നാളെ ആ രൂപത്തിൽ ഭരണം തുടരാൻ കഴിയുമോ എന്ന ആശങ്ക ഉണർന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, പിന്തുണയ്ക്കുന്ന കക്ഷി പിൻവാങ്ങുകയാണ് എങ്കിൽ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകും. ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുകയുണ്ടായി. അപ്പോൾ ഭൂമി വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, അത് തൊട്ടാൽ കൈകൊള്ളുന്നൊരു വിഷയമാണ്. പക്ഷേ ഈ അനുഭവങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? അല്ല വേണു, ഇത് ബംഗാളിൽ നടന്ന കാര്യം. അവിടെ ടാറ്റയ്ക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതാണ് കോടതി റദ്ദാക്കിയത്. ടാറ്റ അവിടെ ഭൂമി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ടാറ്റ എടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുകയോ അല്ല ചെയ്തത്. സർക്കാരിൻ്റെ അത് പബ്ലിക് പർപ്പസിന് വേണ്ടി ഉള്ള നിയമം അനുസരിച്ച് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് ടാറ്റയ്ക്ക് കൊടുത്തു. അപ്പോൾ ഉണ്ടായിരുന്ന എതിർപ്പുകളെ ഇപ്പോൾ കേരളത്തിൽ കണ്ണൂരൊക്കെ കാണുന്നത് പോലെ അടിച്ചമർത്തുകയാണ് ഇടതുപക്ഷം ചെയ്തത്. അതായത് കൊല്ലുക, അതുപോലെ തന്നെ തപസ് മാലിക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അങ്ങനെയുള്ള മാർഗമാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഈ നവലിബറൽ എന്ന് ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയിൽ ഈ ലിബറലൈസേഷൻ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം നവലിബറൽ സ്വഭാവവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചത് മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ്. കേരളത്തിന് തന്നെ ലാവ്ലിൻ കേസ് അങ്ങനെ ഉണ്ടാകുന്നത്, അതിൻ്റെ മറ്റു വശങ്ങളല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ആ ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഒരു പൂർണ്ണമായിട്ടും നവലിബറൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു, ജ്യോതിബാസുവിൽ നിന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് വന്ന അവസരത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടാറ്റയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. അതുകൊണ്ട് അവിടെ സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇളകിയത്. അതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും വ്യവസായങ്ങൾ പാടില്ല എന്ന് പറയാൻ സാധ്യമല്ല. BJP സർക്കാർ കൊണ്ടുവന്ന ഭൂമി ബില്ലിൽ ആ ഡിഫൻസിന് വേണ്ടിയും റോഡിന് വേണ്ടിയും അതുപോലെ പാലങ്ങൾക്ക് വേണ്ടിയും കനാലുകൾക്ക് വേണ്ടിയും പബ്ലിക് പർപ്പസിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എതിർത്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടിനെയും രണ്ടായിട്ട് കാണണം. വ്യവസായികളെ അടിച്ചോടിക്കുക, വ്യവസായങ്ങൾ വേണ്ട എന്നുള്ളൊരു പിന്തിരിപ്പൻ നയത്തിലേക്കല്ല പോകേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ എന്താണോ ടാറ്റ, ബിർള, ഗോയങ്ക എന്ന് പറഞ്ഞുകൊണ്ട് 70 വർഷക്കാലം ബംഗാളിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, അതിന് നേരെ വിപരീതമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത അവസരത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എതിർത്തു. BJP അങ്ങനെയല്ല. ജാർഖണ്ഡിലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഹലോ, ജാർഖണ്ഡിലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ട് ഇക്കാര്യം മനസ്സിലാകുന്നില്ല? അല്ല വേണു, ജാർഖണ്ഡിലെ സംബന്ധിച്ച് ഒരു ലേഖനം വന്നു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അത് അവിടെ മുഴുവൻ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യേണ്ട. അവിടെ സമയമെടുത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യവസായം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, അത് ആദിവാസി ഏരിയയെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വ്യവസായം വേണ്ട. ഇപ്പം ഒരു ചർച്ചയിൽ നമുക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് വ്യവസായികൾക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് തെറ്റാണ്, ഇന്ത്യയിൽ വ്യവസായം വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അത് പുരോഗതിയെ തടഞ്ഞു നിർത്തും. ജാർഖണ്ഡിലെ കാര്യം വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്, ആദിവാസി ഏരിയയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കേരളത്തിലെ ഒരു പത്രത്തിലൊരു ലേഖനം വന്നതുകൊണ്ട് മാത്രം അവിടെ ജാർഖണ്ഡിലെ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള ചിന്തയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും ഇവിടെ ഇപ്പോ ഭൂമി ഏറ്റെടുത്തതിന്റെ ഭാഗമായി നഷ്ടപരിഹാരം വേണ്ട കുറേ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, കുറേ ആളുകൾക്ക് ഭൂമിയുടെ അവകാശ രേഖ കൊടുക്കുന്നു. സർവേ പുരോഗമിക്കുകയാണ്. 3 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കും, കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ശ്രീ ഗോപി ചൂണ്ടിക്കാട്ടുന്ന വിധത്തിൽ ടാറ്റയെയും ഇതര നിക്ഷേപകരെയും വീണ്ടും സിംഗൂരിലെ അടക്കം ഭൂമി നൽകാമെന്ന് വാഗ്ദാനവുമായി മമത സമീപിക്കുന്നുണ്ടോ? അത്തരമൊരു അട്ടിമറി വരും നാളുകളിൽ ഉണ്ടാകും എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഭാവിയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. കാരണം തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടാം. മമതയും മാറാം. കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്ത് കണ്ട കമ്മ്യൂണിസ്റ്റുകാരില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ മമത ബാനർജിക്കും മാറില്ല എന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ ഇപ്പോൾ ഒരു ഒറ്റ കാര്യം വേണു, ഇത് ചരിത്രപരമായൊരു നടപടിയാണ്. ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ജനത അതിൻ്റെ പോരാട്ടം നടത്തിയിട്ടുണ്ട്, മൂലംപിള്ളി അടക്കം. ഇതിനെതിരായി നടത്തിയ പോരാട്ടത്തിൽ ഒരു വലിയ വിജയം രാഷ്ട്രീയമായി നേടിയിരിക്കുന്നു ജനത എന്ന് ഞാൻ പറയുന്നുള്ളൂ. നാളെ മമത ഏറ്റെടുത്താൽ ഇതേ ജനത തന്നെ മമതയ്ക്കെതിരായും തിരിയും. ഇവിടെ ഭൂമി ഏറ്റെടുക്കണോ വേണ്ടിയോ എന്നല്ല, ശ്രീ കുര്യനൊക്കെ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സമരത്തിൻ്റെ ഫലമാണ്. R&R നിയമം, ആ നിയമത്തിൽ വെള്ളം ചേർക്കാനാണ് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ശ്രമിച്ചത്. കേരളത്തിലെ ഗവൺമെൻറ് അതിനുവേണ്ടിയാണ് വാദിച്ചത്. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷമായിരുന്നെങ്കിൽ അവരും അതിനുവേണ്ടി വാദിക്കുമായിരുന്നു. കാരണം ഇപ്പോൾ കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കലുകൾ, ദേശീയപാതയടക്കമുള്ള ഭൂമി ഏറ്റെടുക്കലിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താ? ജനങ്ങളുടെ താല്പര്യം എന്താണ്? ഒന്ന്. പിന്നെ ഭൂമി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായിരിക്കുന്നു. ഇന്ന് ഈ രാഷ്ട്രീയ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്ന് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായ ഒറ്റ കാരണം കൊണ്ടാണ്. ഇത് മൂലധനാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിലേക്ക് പോകണമോ, മറുവശത്ത് വരാനിരിക്കുന്ന മുഴുവൻ കാലത്തെയും മനുഷ്യരുടെ താല്പര്യങ്ങളെ, അത് കൃഷിഭൂമി, വനഭൂമി, ആദിവാസി ഭൂമി, നദീതടം, നെൽവയൽ, അതിനെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണമോ? ഇപ്പോൾ ടാറ്റയ്ക്ക് അവിടെ ഭൂമി കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ കൃഷിഭൂമി അല്ലാത്ത ഭൂമി മമതാ ബാനർജിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ജനങ്ങളിൽ നിന്ന് അവർക്ക് സ്വീകാര്യമായ തരത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കട്ടെ, കൊടുക്കട്ടെ. ഞാനൊരു വ്യവസായം വേണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ നേരത്തെ ഗോപി പറഞ്ഞു, അവിടെ ഇത്രയും കാലമായിട്ട് അവിടുത്തെ ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്ന കാര്യം, 35 കൊല്ലം ഭരിച്ച ആളുകളാണ് 5 കൊല്ലം ഭരിച്ചവരെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല നമ്മളിതിനെ കാണേണ്ടത്. എന്തുകൊണ്ട് 35 കൊല്ലമായി വ്യാവസായികമായി ബംഗാൾ പിന്നോട്ട് പോയി? അതിന് പരിഹാരം കാണേണ്ടത് നേരത്തെ പിയേഴ്സൺ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ നന്ദിഗ്രാമിലും സിംഗൂരിലും ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണോ? അങ്ങനെയാണോ വ്യവസായം വരേണ്ടത്? ആധുനിക കാലത്ത് എങ്ങനെയാണ് വ്യവസായം ഉണ്ടാകേണ്ടത്? ഇത്തരം ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ BJP ഇത് പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഇപ്പോൾ ജാർഖണ്ഡിൽ മാത്രമല്ല, എന്തൊരു വലിയ സമരമാണ് ഒറീസയിൽ നടന്നത്. ബോക്സൈറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് 2-3 കമ്പനികൾ, കൊറിയൻ കമ്പനിയും ബ്രിട്ടീഷ് കമ്പനിയൊക്കെ നിയംഗിരി കുന്നുകളിൽ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആദിവാസി ഷെഡ്യൂൾഡ് ഏരിയ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര തർക്കങ്ങൾ, കോടതി വിധികൾ എന്തെല്ലാം ഉണ്ടായി. എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അത് ആണവ നിലയങ്ങൾക്കാവാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേകൾക്കാവാം, എന്ത് കാര്യത്തിനായാലും ഇവിടെ ഭൂമിയുടെ രാഷ്ട്രീയം ഒരു പടി വിജയിച്ചിരിക്കുന്നു. സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അത് നടപ്പാക്കാൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തയ്യാറായിരിക്കുന്നു. അത്രയും നല്ലത്. അത് ഇടതുപക്ഷത്തിന് ഗുണമാവുമോ മമതയ്ക്ക് ഗുണമാവുമോ എന്നുള്ള തർക്കത്തിലൊന്നും പ്രസക്തിയില്ല. കാരണം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായി അങ്ങനെ ഒരു നിലപാടെടുക്കാത്തൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ സമ്മർദ്ദമുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ നേരെ വഴിക്ക് കൊണ്ടുവരാം. അല്ല, അത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇപ്പോൾ നന്ദിഗ്രാമും സിംഗൂരും ഇടതുപക്ഷ ഭരണകാലത്ത് കേരളത്തിൽ ചർച്ച ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞത്? ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞതാണ്. അത് അവിടുത്തെ ഒരു ചെറിയ പ്രശ്നമാണ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, കള്ളപ്രചരണമാണ്, മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചരണമാണെന്നാണ്. അന്ന് ഞങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ അടക്കം ഒരു മാർക്സിസ്റ്റ് നേതാവും ഇപ്പോൾ നേരത്തെ ദേവരാജൻ സഖാവ് പറഞ്ഞ പോലെയുള്ള ഒരു നിലപാടിലേക്ക് വന്നില്ല. അന്ന് ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ അബദ്ധം ഉണ്ടാകുമായിരുന്നില്ല. മമതയ്ക്ക് നാളെ തെറ്റിയാൽ ജനങ്ങൾ അത് തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ മമത ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. ഏതാണ്ട് 10 വർഷമായി തെരച്ചു കിടക്കുന്ന സ്ഥലമാണത്. ടാറ്റ കുറേയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഭൂമിയുടെ സ്വഭാവം മാറപ്പെട്ടിട്ടുണ്ട്. 3 തവണയൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണത് ഒരു വർഷത്തിൽ. ഇപ്പോഴങ്ങനെയല്ല അതിൻ്റെ സ്ഥിതി. പിന്നെ കുറേ സ്ഥലം ഇപ്പോഴും സർക്കാരിൻ്റെ കൈവശം തന്നെയുണ്ട്. കുറേ പേർ ഇത് താല്പര്യത്തോടെ തന്നെ കൊടുത്തവർ എന്ന നിലയുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും വ്യവസായത്തിൻ്റെ ഒരു സാധ്യത മുഖ്യമന്ത്രി ഇപ്പോൾ തേടുന്നുവെങ്കിൽ അത് ഒരു കളംമാറ്റി ചവിട്ടലാണോ? മറിച്ച് 10 വർഷം കൊണ്ട് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നത് ഭൂപരമായി പോലും അതെന്തായാലും ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർ മുൻപ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട പ്രത്യേക നിയമം കൊണ്ടുവന്നു. അത് കോടതിയിൽ നിന്നില്ല എന്നത് നിൽക്കട്ടെ. അപ്പോഴും ആ നിയമയുദ്ധം തുടരുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് അവരെത്തുകയും ചെയ്തു. ഭൂമിയുടെ സ്വഭാവം മാറിയെങ്കിൽ അതിനനുസരിച്ച് കരണീയമായ രീതികൾ അവലംബിച്ചാൽ അത് മുൻപ് CPM പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ മമതയ്ക്കും ശരിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്ന നിലയിൽ വിലയിരുത്തേണ്ടതാണോ? അല്ല, നമ്മൾ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഭൂമിക്ക് ഏതൊക്കെ മുമ്പ്
അന്ന് ഞാൻ JNU പഠിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഡിബേറ്റുകൾ ഏറ്റവും ശക്തമായി നടന്നത് ഇവിടെയൊക്കെ നടക്കുന്നതിന് മുമ്പ് അവിടെയുള്ള വിവിധ അവിടെ നമ്മൾ ഒരു ദാബയിലും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും എല്ലാം തന്നെ പ്രകാശ് കാരാട്ടൊക്കെ വന്നാണ് സംസാരിച്ചത്. അന്ന് പ്രകാശ് കാരാട്ടൊക്കെ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അത് പ്രകാശ് പറഞ്ഞത് ഈ അവിടെ കാലാകാലമായിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ടടിപ്പുണ്ട്. പല മേഖലകളിലും കാർഷിക രംഗത്തും എല്ലാം തന്നെ ഭൂപരിഷ്കരണം വഴിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു നിയോ ലിബറൽ സമ്മർദ്ദം നമ്മുടെ മുകളിലുണ്ട് എന്നാണ്. ആ നിയോ ലിബറൽ അത് വളരെ എക്സ്പ്ലിസിറ്റും ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ തന്നെ അടുത്ത കാലഘട്ടം വരെ അല്ലെ ഇപ്പോഴും നമ്മളെ കുര്യനൊക്കെ പറയുന്നുണ്ടാ ഇവിടെ വികസനം മുരടിക്കുന്നു, ഇവിടെ തൊഴിലില്ല, ഗുജറാത്ത് പോയാൽ ഭയങ്കര തൊഴിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് തന്നെ ഈ കേരളത്തിൻ്റെ പുറത്ത് പോയി ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളും കാണാത്ത നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മൾ മോശക്കാരെന്നുള്ള ഫീൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഭാഗ്യത്തിന് ഇപ്പോൾ അമിത്ഷാ ഇന്നലെ ഓണം എല്ലാം കൂടി വാമന ജയന്തി ആക്കിയതോടുകൂടി കുറച്ചൊക്കെ ഇത് മാറി കിട്ടുന്നത് ഒരു അജണ്ട നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭൂപരിഷ്കരണക്കാർ ബന്ധപ്പെട്ട്. ഇടയ്ക്ക് അത് താഴെത്തട്ടിലുള്ള ഗ്രാമീണ മേഖല ജന്മിമാരൊക്കെ ആയിട്ട് ലെഫ്റ്റ് ഗവൺമെൻറ്റുകൾ കോംപ്രമൈസ്